സമീപകാലത്ത് ലോകം കേൾക്കാത്ത അത്യസാധാരണമായ ഒരു ആക്രമണ രീതിയാണ് ലബനാനിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മൊസാദിൻ്റെ ചാരപ്രവർത്തനത്തെ പ്രതിരോധിക്കാനാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള മൊബൈൽ ഫോൺ ഒഴിവാക്കി പേജറിലേക്ക് മാറിയിരുന്നത്. പക്ഷേ ആ നയത്തിൻ്റെ പഴുതിലൂടെ തന്നെ മൊസാദ് നുഴഞ്ഞു കയറിയപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നഷ്ടമായത് സംഘടനയുടെ എല്ലാ വിവരങ്ങളും രഹസ്യങ്ങളും കൂടിയാണ്. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 3:30 ലബനാനിൽ ഉടനീളം പേജറുകൾ പൊട്ടിത്തെറിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയത്തുണ്ടായ സ്ഫോടനങ്ങളിൽ നൂറുകണക്കിന് ഹിസ്ബുള്ള അംഗങ്ങളടക്കം 4000-ഓളം പേർക്ക് പരിക്കേറ്റു. പലരും പിന്നീട് മരണത്തിന് കീഴടങ്ങി. മരിച്ചവരിൽ 8 വയസ്സുള്ള പെൺകുട്ടിയും ഉൾപ്പെടുന്നു. ലബനാനിലെ ഇറാൻ അംബാസഡർ മുജ്തബ അമാനിയുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച പോലും പോയി. 400-ഓളം പേരുടെ നില ഗുരുതരമാണ്. മൊബൈൽ ഫോണുകൾക്ക് മുമ്പ് പ്രചാരണത്തിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ ഉപകരണമാണ് പേജർ. SMS പോലെ സന്ദേശം കൈമാറാൻ പേജറിലൂടെ കഴിയും. പരസ്പരം വിളിക്കാൻ സാധിക്കില്ല. മാസങ്ങൾക്ക് മുമ്പ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത 5000 പേജറുകളിലാണ് സ്ഫോടനം നടന്നത്. ലബനാനിൽ എത്തുന്നതിന് മുമ്പ് മൊസാദ് ഈ പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചെന്ന് ലബനാൻ സുരക്ഷാ മന്ത്രാലയം ആരോപിക്കുന്നു. പിന്നിൽ ഇസ്രായേലാണെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നും ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ ഇതുവരെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. അത് ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ഒരു രീതിയാണ്. ഇസ്രായേലിലെങ്ങും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മേഖലയിലൂടെയുള്ള വിമാന സർവീസുകൾ വിവിധ കമ്പനികൾ റദ്ദാക്കി. ഇനി ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഒന്ന് നോക്കാം. കഴിഞ്ഞ ഫെബ്രുവരി 13 ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത്. മുഴുവൻ ഹിസ്ബുള്ള അംഗങ്ങളും അവരുടെ മൊബൈൽ ഫോണുകൾ തകർക്കുകയോ കുഴിച്ചിടുകയോ ഇരുമ്പ് പെട്ടിയിലിട്ട് പൂട്ടുകയോ ചെയ്യണം എന്നായിരുന്നു പ്രഖ്യാപനം. രാജ്യത്ത് ഫിസിക്കലായുള്ള ഇസ്രായേലി ചാരന്മാരേക്കാൾ അപകടം തങ്ങളുടെ കൈകളിലുള്ള മൊബൈൽ ഫോണാണെന്നും ഹസൻ നസ്രുള്ള മുന്നറിയിപ്പ് നൽകി. പകരം ഉപയോഗിക്കാൻ പേജറുകളാണ് ഹിസ്ബുള്ള നിർദ്ദേശിച്ചത്. പുതിയ 5000 പേജറുകൾ വിദേശത്ത് നിന്ന് സംഘടന ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ഇവിടെ മുതലാണ് ഇസ്രായേലിൻ്റെ കളി തുടങ്ങുന്നത്. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിലുള്ള പേജറുകളാണ് പൊട്ടിത്തെറിച്ചതെല്ലാം. ഈ പേജർ ഇറക്കുമതിയുടെ ഓർഡർ മൊസാദ് എടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പേജറുകൾ തായ്വാനിൽ നിർമ്മിച്ചതല്ല എന്ന് കമ്പനി പറയുന്നു. തങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് ഉപയോഗിക്കാൻ യൂറോപ്പിലെ BSE എന്ന കമ്പനിക്ക് അനുമതി നൽകി എന്നാണ് വിശദീകരണം. പേജറുകൾ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ മൊസാദിൻ്റെ നിർദ്ദേശപ്രകാരം സ്ഫോടക വസ്തു അടങ്ങിയ ബോർഡ് പേജറിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കും എന്നാണ് സാങ്കേതിക വിദഗ്ധർ പറയുന്നത്. ഹിസ്ബുള്ളയുടെ വിവരങ്ങൾ ചോർത്താവുന്ന സംവിധാനങ്ങളും പേജറുകളിൽ ഘടിപ്പിച്ചിരിക്കാം. ഹിസ്ബുള്ള മാസങ്ങൾ ഉപയോഗിച്ച ഈ പേജർ അതിനുശേഷം റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് നേരത്തെ സ്ഥാപിച്ച വസ്തുക്കളിൽ ഇസ്രായേൽ സ്ഫോടനം നടത്തി എന്നാണ് അനുമാനിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കു വേണ്ടി സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും ഫോണിന് പകരം പേജറുകളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ബൈറൂത്തിലെ അമേരിക്കൻ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് 10 ദിവസം മുമ്പ് അവർ ഉപയോഗിക്കുന്ന പേജർ മാറ്റി നൽകുകയായിരുന്നു. അമേരിക്കക്ക് നേരത്തെ ഇസ്രായേലിൻ്റെ ഈ പദ്ധതിയെക്കുറിച്ച് വിവരമുണ്ടായിരുന്നോ എന്ന സംശയവും ഇതോടുകൂടി ബലപ്പെടുകയാണ്. ഏതായിരുന്നാലും ഇസ്മായിൽ ഹനിയ വധത്തിൽ ഇറാൻ എന്ന പോലെ ഹിസ്ബുള്ളയ്ക്ക് വലിയ നാണക്കേടും തിരിച്ചടിയുമാണ് പേജർ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊരു തിരിച്ചടി ഇസ്രായേലിന് ഹിസ്ബുള്ള നൽകുമോ, അതിനുള്ളൊരു ശേഷി ഹിസ്ബുള്ളയ്ക്കുണ്ടാകുമോ എന്നുള്ളതാണ് ലോകം കാത്തിരിക്കുന്നത്.